ഇന്ന് ഞാൻ ഈ പ്രൊഫസർ ജിയാങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് പ്രൊഫസറുടെ പുള്ളിക്കാരൻ്റെ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് വേൾഡ് എംപയർ വേഴ്സസ് ഇറാൻ. ഇറാനെ കീഴടക്കാനോ ആക്രമിക്കാനോ ശ്രമിച്ച ലോകമഹാശക്തികൾക്ക് പിന്നെ സംഭവിച്ച എന്താണെന്നുള്ള പുള്ളിയുടെ ഒരു സ്റ്റഡിയാണത്. ഒരു പക്ഷേ നമുക്കത് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നാം പുള്ളി പറയുന്ന കാര്യങ്ങൾ. അതായത് അലക്സാണ്ടർ പേർഷ്യ കീഴടക്കാൻ നോക്കുകയും അതിനുശേഷം ആ സമയത്ത് തന്നെ അദ്ദേഹം 32ാമത്തെ വയസ്സിൽ കൊല്ലപ്പെടുകയും അതോടെ മേസഡോണിയൻ എംപയറിൻ്റെ അവസാനമാവുകയും ചെയ്തതെന്നാണ് പുള്ളിയുടെ ഒരു ഒബ്സർവേഷൻ. അതേപോലെ തന്നെ റോമൻ എംപയർ, ഏറ്റവും വലിയ എംപയർ ഒന്നും റോമൻ എംപയർ ഇറാനെ അല്ലെങ്കിൽ പേർഷ്യ അറ്റാക്ക് ചെയ്യുകയും അവർ കുറേ ഭാഗമൊക്കെ ടെക്നിക്കലി പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും അവസാനം ജൂലിയസ് സീസർ അസാസിനേറ്റ് ചെയ്യപ്പെടുകയും ആ ശ്രമം പരാജയപ്പെടുകയൊക്കെ ചെയ്തതായിട്ടാണ് പുള്ളിയുടെ നിരീക്ഷണം. അതേപോലെയാണ് മംഗോൾസ്. ഏറ്റവും അപകടകാരികളായ ഇൻവേഡേഴ്സ് മംഗോൾസ് ഈ പറയുന്ന പോലെ ഇറാഖിനെ തരിപ്പണമാക്കി പേർഷ്യ കീഴടക്കാൻ ശ്രമിക്കുകയും അവസാനം ഈ മംഗോൾസിനെ സ്വന്തം കൾച്ചറിലേക്ക് അബ്സോർവ് ചെയ്യുകയും ചെയ്യുന്നതാണ് പുള്ളി പറയപ്പെടുന്നത്. അങ്ങനെയാണ് പുള്ളിയുടെ ഒരു നിരീക്ഷണം. അതേപോലെയാണ് സോവിയറ്റ് യൂണിയൻ 2 പ്രാവശ്യം ഇറാന്റെ പല ടെറിട്ടറികളും ഒക്യുപ്പൈ ചെയ്തു. അതും വേൾഡ് വാർ 1 വേൾഡ് വാർ 2 അതിനുശേഷം നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ എന്താ സംഭവിച്ചത്. സോവിയറ്റ് യൂണിയൻ പിന്നീട് അതിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അതേപോലെയാണ് അറബ് കാലിഫറ്റും ലോകത്ത് സ്പെയിൻ വരെ കീഴടക്കിയ വലിയൊരു സാമ്രാജ്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷെ പിന്നീട് അവർ ക്ഷയിച്ചു പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പം പുള്ളി ഇതിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു എംപയറിൻ്റെ അതിൻ്റെ അവസാനത്തിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് അവർ അവസാനം ഇറാനെ അല്ലെങ്കിൽ പേർഷ്യ തേടി എത്തും. ഈ പേർഷ്യയിൽ അവർ അവസാനിക്കുന്നതാണ് പറയുന്നത്. പുള്ളി ഇത് കമ്പയർ ചെയ്യുന്നത് അമേരിക്കൻ എംപയർ വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ എംപയറിൻ്റെ അവസാനം ഈ അലക്സാണ്ടർക്ക് പറ്റിയതുപോലെ, അതായത് മാസഡോണിയയ്ക്ക് പറ്റിയതുപോലെ, അല്ലെങ്കിൽ റോമൻസിന് പറ്റിയതുപോലെ, അല്ലെങ്കിൽ മംഗോൾസിന് പറ്റിയതുപോലെ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ അറബ് കാലിഫേറ്റിന് സംഭവിച്ചതുപോലെ ഏതാണ്ട് അമേരിക്കൻ എംപയറിൻ്റെ ഒരു പതനത്തിൻ്റെ ഒരു അവസാന സ്റ്റേജിലാണ് ഇവർ ഇറാനുമായിട്ട് അല്ലെങ്കിൽ പേർഷ്യയുമായിട്ടൊരു വോറിന് വന്നതെന്നാണ് പുള്ളിയുടെ നിരീക്ഷണം. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് ഞാൻ ഷെയർ ചെയ്യുന്നു.